ഇറങ്ങി ഓടുമ്പോൾ തട്ടി വീഴരുതേ പിണറായി വിജയ. ഇത് ഞാൻ പറഞ്ഞതല്ല, രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതാണ്. അതിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടവും സലീം കുമാറും, ആക്ടർ സലീം കുമാറും പിണറായി വിജയനെ എടുത്ത് എയറിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു തിരിച്ചുവരവ്, ഒരു ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളെ എല്ലാവരും അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോരുത്. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. അപ്പം ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, പിണറായി വിജയൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പേടിച്ച് ഇറങ്ങി ഓടുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. സമയം തീർന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് ചോദിക്കാനുള്ള സമയം ഞാൻ തന്നില്ലേ, പിന്നെ ചോദ്യം ചോദിക്കാത്തത് എന്തുകൊണ്ടായെന്നൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങി ഓടിയ ഒരു സംഭവം നമ്മളെല്ലാവരും കണ്ടതാണ്. ഓക്കെ, എന്തായാലും ആ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. ഇക്കാലത്ത് അടിമകളല്ലാത്ത മാധ്യമപ്രവർത്തകർ ഉണ്ട് എന്നുള്ളത് നല്ലതാണ്. ഇറങ്ങി ഓടുമ്പോൾ തട്ടി വീഴല്ലേ വിജയ, നട്ടല്ലേ. പിണറായി വിജയനെ മുഖത്ത് നോക്കി പിണറായി വിജയൻ്റെ ഉടായ്പകൾ ചൂണ്ടിക്കാണിക്കാൻ നട്ടലുള്ളൊരു കോൺഗ്രസ് പ്രവർത്തകൻ ഈ പ്രതിപക്ഷത്തുണ്ടെങ്കിൽ, കേരള രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ, അത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, രാഹുൽ മാങ്കൂട്ടം. വേറെ ആർക്കെങ്കിലും ഈ ഒരു നട്ടലുണ്ടോ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം? വി.ഡി. സതീശന് പോലും ഇത്രയും ചങ്കുറപ്പില്ല. സതീശനൊക്കെ വിറയ്ക്കും, മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയാത്ത സതീശനെ കണ്ടുണ്ട്. ഇതുപോലെ നട്ടലുള്ള വളർന്നു വരുന്ന യുവ നേതാക്കളെ ചവിട്ടി പുറത്താക്കിയിട്ട് കുറേ കള്ളക്കിഴവന്മാരെയും പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക്. ഈ പ്രസ്ഥാനത്തിൻ്റെ മുത്താണ് സത്താണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരൊക്കെ ഈ രാഹുലിനെ പോലെയുള്ള ആളുകളെയൊക്കെ കണ്ട് പഠിക്കട്ടെ. അപ്പം ഞാൻ ആ ഒരു വീഡിയോ, പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിന് ഇടയ്ക്ക് ഇറങ്ങിപ്പോകുന്ന ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ളൊരു ഭയത്തോടു കൂടി ഇറങ്ങി ഓടുന്നൊരു വീഡിയോ ഞാനിവിടെ വെച്ച് തരാം. അത് രാഹുലും ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളത് കണ്ടുപോകെ. എപ്പോഴും കൈകളിക്കും ഞങ്ങളെ വിശ്വാസത്തിൽ ആ രണ്ട് കൈകളിലും നിങ്ങൾക്ക് അന്ന് മറുപടി കൊടുത്തു. ഞാൻ കുറെ നേരം ഇവിടെ ചോദിക്കുന്നുണ്ട്, മോശമാണ് ആളുകളെ വിളിച്ചു കഴിഞ്ഞിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അന്നാണ് ഏറ്റവും കൂടുതൽ വാർത്താസമ്മേളനം നടത്തിയെന്നാണ്. അങ്ങനെ നടത്തിയ ആൾ മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്യുന്നതാണ് മോശമാണ് ചെയ്യുന്നത്. ആളുകളെ വിളിച്ചു കഴിഞ്ഞിട്ട് ചോദ്യം ചോദിക്കാൻ ശ്രമിക്കുന്നത്. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ, ചോദ്യം ചോദിക്കണം. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പോൾ പ്രധാനം. ഇത് ഏതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങളെല്ലാവരും ചോദിച്ചു, നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകരാണെന്ന് ഞാൻ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ആ മറുപടി വിശദമായിട്ട് പറഞ്ഞു. അതിലേ ഉണ്ടായത്. നിങ്ങളെല്ലാവരും കേട്ടിരിക്കില്ലേ? നിങ്ങളെ ചിലരുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റൂ. എല്ലാവർക്കും ചോദ്യം ചോദിക്കാനും വാർത്താ സമ്മേളനത്തിൽ അവസരം കിട്ടിയതേ. അപ്പൊ സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. കണ്ടല്ലോ, ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചോദ്യം ചോദിച്ചേക്കുന്ന റിപ്പോർട്ടർ ചാനലിലെ ഒരു മാധ്യമപ്രവർത്തകനാണ്. നട്ടലുള്ളൊരു മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ടർ TV ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ജനങ്ങൾ കണ്ടു. ആ റിപ്പോർട്ടർ ചാനലിലെ ആ നട്ടലുള്ള ആ റിപ്പോർട്ടർ കാരിക്കട്ടെ ഇന്നത്തെ ഒരു ലൈക്ക് അങ്ങോട്ട് കൊടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു ഈ ചാനലിൽ ഉള്ള ഒരാൾ പോലും ഇല്ലെന്ന്. നമ്മൾ കണ്ടതാണ് അരുൺകുമാർ. ഇത് നട്ടല്ലോ ഇല്ല, പെണ്ണുങ്ങളെക്കാളും കഷ്ടമായി പരമഭൂഷണം പറയാനും അപ്പുറവും ഇപ്പുറവും നടക്കുന്ന കാര്യങ്ങൾ വന്നിരുന്നിട്ട് കുത്തിപ്പൊക്കി സംസാരിക്കാനും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പം അതുപോലൊരു നട്ടലില്ലാത്തൊരു വാഴയാണ് അരുൺ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ വാഴ തന്നെയാണ് വിചാരിച്ചതല്ല. അരുൺ വേറെ ആരും നട്ടലുള്ള ഒരാൾ ആ ഒരു റിപ്പോർട്ടർ ചാനലിൽ ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ റിപ്പോർട്ടർ ചാനലിൽ നട്ടലുള്ളൊരു മാധ്യമപ്രവർത്തകൻ ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തന്നൊരു ദിവസമാണ്. ഞാൻ ഇവിടെ കൊടുക്കാം. ഈ വ്യക്തിയാണ് ആ ചോദ്യം ചോദിച്ചത്. ഞാൻ ആ ചോദ്യം ചോദിച്ച ആ ഒരു വീഡിയോ കൂടെ ഞാൻ ഇവിടെ വെച്ചേക്കാം. അയാൾ എണ്ണിച്ചെന്ന് ചോദിച്ചേക്കുന്നത് ഞാനിവിടെ വയ്ക്കാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. നിങ്ങൾക്ക് അന്ന് മറുപടി കൊടുത്തു. ഞാൻ കുറെ നേരം ഇവിടെ ചോദിക്കുന്നുണ്ട്, മോശമാണ് ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അന്നാണ് ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനം നടത്തിയെന്നാണ്. അങ്ങനെ നടത്തിയ ആൾ മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്യുന്നതാണ്. മോശമാണ് ചെയ്യേണ്ടത്. ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. ദേശാമല റിപ്പോർട്ടർമാർ ചോദിച്ചു, നിങ്ങൾക്ക് അന്ന് മറുപടി കൊടുത്തു. ഞാൻ കുറെ നേരം ഇവിടെ ചോദിക്കുന്നുണ്ട്, മോശമാണ് ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം
പറ്റില്ല എന്ന് പറയും. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അങ്ങാണ് ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനം നടത്തിയെന്നാണ്. അങ്ങനെ നടത്തിയ ആൾ മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്യുന്നതാണ്, മോശമാണ് ചെയ്യേണ്ടത്. ആളുകൾ ചോദ്യം ചെയ്യുന്ന ശ്രമിക്കുന്നത് ദേശാഭിമാനി റിപ്പോർട്ടർമാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് അന്ന് മറുപടി കൊടുത്തുള്ളൂ. ഞാൻ കുറെ നേരം ഇവിടെ ചോദിക്കുന്നുണ്ട്. മോശമാണ് ആളുകളെ വിളിച്ചു വരുത്തിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അങ്ങാണ് ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനം നടത്തിയെന്നാണ്. അങ്ങനെ നടത്തിയ ആൾ മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്യുന്നതാണ്, മോശമാണ് ചെയ്യേണ്ടത്. ആളുകളെ വിളിച്ചു വരുത്തിട്ട് ചോദ്യം ചെയ്യുന്ന ശ്രമിക്കുന്നത് കണ്ടല്ലോ. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം റിപ്പോർട്ടർ ടി വിയിൽ ഈ മാധ്യമപ്രവർത്തകന് ജോലി ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പം ഉടനെ തന്നെ ജോലി തെറിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം ഇത്രയും നാളും റിപ്പോർട്ടർ ടി വി ആർക്ക് വേണ്ടിയിട്ടാണ്, ആരുടെ പക്ഷം നിന്നാണ് സംസാരിച്ചതെന്നല്ല നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ മിക്കവാറും എന്തായാലും മോനെ നിൻ്റെ ജോലി പോവും, എന്നാലും പേടിക്കേണ്ട, നിനക്ക് നട്ടലുള്ളതെന്ന് നീ തെളിയിച്ചു. ഈ റിപ്പോർട്ടർ ടി വിയിൽ ഒരാളെങ്കിലും നട്ടലുള്ള ഒരാളുണ്ടെന്ന് കേരള ജനങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് നീ ആ ഒരു കാര്യത്തിൽ നീ അഭിമാനിക്കണം കേട്ടോ. അപ്പം ഇതിനടിയിൽ വന്നേക്കുന്ന കുറച്ച് കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കാം. ജനങ്ങളുടെ രോഷം ഞാൻ വായിക്കാം. രാഹുൽ മാങ്കൂട്ട പോസ്റ്റിൻ്റെ അടിയിലെ കമൻറ്റുകളാണ്. എൻവീസ് എന്ന് പറഞ്ഞ ഐഡിയിൽ നിന്നുള്ള ഒരു കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മോശമാണ് CMA, കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പോരാ, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൻ്റെ നാടകീയ സംഭവങ്ങൾ പ്രതിഷേധവുമായി മാധ്യമപ്രവർത്തകർ. ഇതിനകത്ത് വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകരിൽ എത്ര പേര് നട്ടലുള്ളത്. CM അവിടുന്ന് എണീച്ചു പോകുമ്പോഴത്തേക്ക് ഈ ഒരു വ്യക്തി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും അവിടെ പഴം ഇടിഞ്ഞതുകൊണ്ടിരിക്കുക. എല്ലാവരും ചോദിക്കണമായിരുന്നു. നിങ്ങളെ സമയം നിങ്ങൾ കളഞ്ഞിട്ട് നിങ്ങൾ അവിടെ വന്നിരുന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് ക്യാമറയും കെട്ടിച്ചുമന്ന് ഇല്ലാത്ത സമയവും കളഞ്ഞ് ID കാർഡും നോക്കി പിടിച്ച് അവിടെ ചെന്നിരുന്നിട്ട് സമയവും കളഞ്ഞ്, അതും CMന് വേണ്ടിയിട്ട് അത്രയും മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നിട്ട് തോന്നിയ സമയത്ത് CM കയറി വന്നിട്ട് ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാതെ എനിക്ക് സമയം തീർന്നു എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ബാക്കി എത്ര പേർ അവിടെ പ്രതികരിച്ച്, ബാക്കിയുള്ള ആളുകളുടെ ഒരു വായിൽ പഴം തിരികെ വെച്ചേക്കുമായിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കമൻറ്റ് വായിക്കാം. കബീർ പരമ്മൽ എന്ന് പറഞ്ഞ ഐഡിയ നിട്ടേക്കുന്ന ഭയമാണ് ഇയാൾക്ക്. ഇയാൾ ഇന്ന് ജീവിക്കുന്നത് ഭയത്തിൻ്റെ പുറത്താണ്. കാരണം പൊതുസമൂഹത്തിൽ പറയാൻ കൊള്ളാത്ത ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്ത് താങ്കളെ അടക്കം, താങ്കൾ എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അടക്കം ക്രൂശിച്ചതിന് മുന്നിൽ ഒരു കഥയും തിരക്കഥയുമുണ്ട്. സത്യവുമായിട്ട് അതിന് യാതൊരു പുനബന്ധം പോലുമില്ല. അത് ഇയാൾക്കും ഇയാളെ PR ടീമിനും ഇയാളെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വലയത്തിലും അറിയാം എന്ന് ഭരണം നഷ്ടപ്പെടുന്നുവോ അന്നൊക്കെ അത് ചികഞ്ഞ് പുറത്തേക്ക് വരും. അന്ന് ഈ കള്ളും കഞ്ചാവും അടിച്ച് തെരുവിൽ സമരം ചെയ്യുന്ന വസീഫിനും ടീമിനും ഒന്നും അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയും ശക്തിയും ഇല്ലാതായിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾ വോട്ട് ചെയ്ത് ജനങ്ങൾ കൊടുത്തൊരു പദവിയാണ് അല്ലേ. അപ്പം ജനങ്ങൾക്ക് ചോദിക്കാനുള്ളതാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്. ആ ഒരു ചോദ്യം കേൾക്കാനെ കൊണ്ടുള്ള ഉത്തരം പറയണ്ട, പക്ഷെ ചോദ്യം കേൾക്കാനെ കൊണ്ടുള്ളൊരു മനസ്സെങ്കിലും കാണിക്കണമെന്നായിരുന്നു എനിക്ക് തോന്നിയത് അത് കണ്ടപ്പോഴത്തേക്ക്. അപ്പം അടുത്തത് സണ്ണി ഹൻറി എന്ന് പറഞ്ഞിട്ടുള്ള ഐഡി നെറ്റേക്കുന്ന അരമണിക്കൂർ തള്ളു കൈരളിക്ക് 2 ചോദ്യവും ദേശാഭിമാനിക്ക് 1 ചോദ്യവും. എന്തിനാണ് മറ്റ് മാധ്യമങ്ങൾ ഇയാളുടെ പ്രഹസന പത്രസമ്മേളനത്തിന് പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഭരണം മാറുമെന്നതിൻ്റെ തെളിവാണ് മാധ്യമപ്രവർത്തകർ ഈ മഹാന്റെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും കാണിച്ചത് വളരെ മോശമായിപ്പോയി. പിണറായി വിജയൻ കാണിച്ചത് വളരെ മോശമായിപ്പോയി എന്നാണ് എനിക്കും പറയാനുള്ളത്. കാരണം അത്രയും ആളുകൾ, അത്രയും മാധ്യമപ്രവർത്തകർ ക്യാമറയും തൂക്കി കോലും തൂക്കി അവിടെ വന്നിരുന്ന് കഷ്ടപ്പെട്ട് അത്രയും സമയം വേസ്റ്റ് ചെയ്തിട്ട് പോലും അതിനെ ഒന്ന് ഗൗനിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് വളരെ മോശമായിപ്പോയി. ഓക്കെ, അടുത്തത് ഗോപിനാഥ് ഗ്രീൻവില്ല എന്ന് പറഞ്ഞ ഐഡിയ നിന്ന്. പാണ്ഡൻ നായയുടെ കറണ്ട് പോയി, എന്നാലും കുഴപ്പമില്ല, നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യും. പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. മെയ് 4 കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കാണില്ല. സമയം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകണം. ഈ ചെറ്റത്തരം 10 വർഷമായിട്ട് തുടരുന്ന നാടകമാണ്. ഇനി അത് നടക്കില്ല. ആനക്കൊമ്പൻ വെറും പൂച്ചയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി. അടുത്തൊരു കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, എന്തായാലും കമൻറ്റുകൾ ഒരുപാടുണ്ട്, ഞാൻ ഇത്രയും വായിക്കുന്നുള്ളൂ. കറണ്ട് പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി കഴിഞ്ഞ ദിവസമല്ല ഇന്ന്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആക്ടർ സലീം കുമാർ പ്രചരണമായിട്ട് നടക്കുന്ന നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ ഇന്ന്
സലീം കുമാറിനെതിരെ പരാതി വന്നിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞിട്ടുള്ള പാർട്ടിയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് പരാതിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം സലീം കുമാറിൻ്റെ പ്രസ്താവനയ്ക്കെതിരെയൊക്കെ പരാതി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് സലീം കുമാർ അതിനെതിരെ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അതും നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഞാനിവിടെ ഒന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എനിക്ക് മുഖ്യമന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ, പുലിമലയെ കൊണ്ട് തല വെക്കരുത്, അത്ര പറയാനുള്ളൂ എനിക്ക്. അത് വാങ്ങിക്കത്തോളെ. പക്ഷേ പണ്ടറിയാലോ ഈ സതീശൻ വെല്ലുവിളിച്ചത് ആരെ? തോമസ് ഐസക്കിനെ ലോട്ടറി സംഭവത്തിൽ, സാന്റിയാഗോ മാർട്ടിന്റെ ലോട്ടറി വിവാദത്തിൽ. അന്ന് PD സതീശൻ അദ്ദേഹത്തെ മൂക്കും കൊണ്ട് ധൃതരാഷ്ട്രം എന്ന് എഴുതിച്ചു. ഇപ്പൊ ഇദ്ദേഹം ചെന്നാൽ മൂക്കും കൊണ്ട് അദ്ദേഹം ഋത്തിക് റോഷൻ എഴുതിക്കും. ദയവേത് പോകരുത്, നമ്മുടെ മുഖ്യമന്ത്രിയാണ്, പോകരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന. തുടരും. അയ്യോ, ഞാൻ എല്ലാം സംഭവിക്കൊണ്ടിരിക്കുന്നത്. കേട്ടല്ലോ സലീം കുമാർ പറഞ്ഞത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇയാളൊക്കെ വെറും കോമഡി പീസാണെന്ന്, പക്ഷേ ഇയാളൊക്കെ പുലിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അല്ലേ. അപ്പം രാഷ്ട്രീയ നിലപാടുകൾ പരസ്യമായി പ്രകടിപ്പിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് വലിയ വെല്ലുവിളികളാണ് അല്ലേ. ഉറപ്പായിട്ടും വലിയ വെല്ലുവിളികളാണ്, നിറഞ്ഞ ഒന്നാണ്. പ്രത്യേകിച്ച് സിനിമ, സാംസ്കാരിക മേഖലയിലുള്ളവർ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ പലപ്പോഴും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും മാറ്റി നിർത്തലുകളും നേരിടേണ്ടി വരാറുണ്ട്. ശരിയാണ്, ചിലപ്പോൾ സിനിമ പോലും കിട്ടാതെ വീട്ടിലിരിക്കേണ്ടി വന്നിട്ടുള്ള അവസ്ഥകൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയം സംസാരിക്കുന്നതിൻ്റെ പേരിൽ, അവരവരോ നിലപാടുകൾ വ്യക്തമാക്കുന്നതിൻ്റെ പേരിൽ അല്ലേ. ഈ സാഹചര്യത്തിലാണ് രമേശ് പിഷാരടിയുടെയും സലീം കുമാറിനെയും പോലെയുള്ളവർ വേറിട്ട് നിൽക്കുന്നത്. തങ്ങളുടെ രാഷ്ട്രീയം ഇതാണെന്ന് കൃത്യമായി തുറന്നു പറയാനും തെരഞ്ഞെടുപ്പ് വേദികളിൽ സജീവമാകാനും അവർ കാണിക്കുന്ന ആർജവും ശ്രദ്ധേയമാണ്. വിമർശനങ്ങളെ ഭയക്കാതെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നത് ജനാധിപത്യത്തിൽ പ്രധാനമാണ്. ആരെയാണ് പേടിക്കുന്നത്? ഞാൻ ഇന്ന പാർട്ടിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന പാർട്ടിയോടാണ് എനിക്ക് താല്പര്യം എന്ന് പറയുന്നതിൽ ആരെയാണ് നമ്മൾ പേടിക്കേണ്ടതല്ലേ. അപ്പോൾ എന്തായാലും സലീം കുമാർ വലിച്ചു കീറി ഒട്ടിച്ച് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം ഉരുളയ്ക്ക് ഉപ്പേരി മറുപടി എന്നൊക്കെ പറയുമല്ലോ, അതാണ് ഇവിടെ കണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലും കൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.